ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അപ്പോസ് യാത്രികൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും നമ്മൾ ഒരു ചെറിയ യാത്രയുമായിട്ടാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ എപ്പിസോഡിൽ ട്രിവാൻഡ്രത്തെ, തിരുവനന്തപുരത്തെ വളരെ ഭംഗിയുള്ള എന്നാൽ അധികം ആർക്കും അറിയില്ലാത്ത ഒരു അടിപൊളി സ്ഥലമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ലഭിക്കാനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കും. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളുടെ എല്ലാം ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ വരുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് പൊന്മുടി, നമ്മുടെ നെയ്യാർ ഡാം, കോവളം ബീച്ച്, പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രം. അത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് അല്ല, എന്നാലും പിൽഗ്രിം ടൂറിസം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ക്ഷേത്രങ്ങൾ, ആറ്റുകാൽ ക്ഷേത്രം, അങ്ങനെയുള്ള സ്ഥലങ്ങൾ, ഭീമാപ്പള്ളി അതുപോലുള്ള സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ എന്നാൽ അധികം ആൾക്കാരൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത കുറച്ച് സ്ഥലങ്ങളും കൂടെ തിരുവനന്തപുരത്തുണ്ട്. അപ്പോൾ അതിലുൾപ്പെട്ട ഒരു സ്ഥലമാണ് കാളിപ്പാറ എന്ന പേരിൽ അറിയപ്പെടുന്ന ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം. ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ നെയ്യാർ ഡാം പോകുന്ന റൂട്ടിൽ തന്നെയാണ് ഉള്ളത്. കള്ളിക്കാട് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുന്നിലേക്ക് വരുമ്പോൾ ആരടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് വഴി പറഞ്ഞ് തരുന്നതാണ് ഇവിടേക്ക് വരാനായിട്ട്. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 2 വീലറിൽ വരിക. സാധാരണ നമ്മൾ പറയും ഈ കാറിൽ വരുന്നതാണ് സൗകര്യം. ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ പറയും കാറിൽ പോകുന്നതായിരിക്കും കുറച്ചുകൂടെ സൗകര്യം എന്നൊക്കെ പറയും. പക്ഷേ നമ്മുടെ ഈ സ്ഥലം എന്ന് പറയുന്നത് 2 വീലറിൽ വരുന്നതാണ് ഏറ്റവും സൗകര്യം. ഇപ്പോൾ ഈ വീഡിയോയിൽ പോകുന്തോറും മുന്നോട്ട് ആ സ്ഥലത്തേക്ക് നമ്മൾ പോകുന്തോറും വഴിയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഇവിടെ 2 വീലറിലാണ് വരേണ്ടതെന്ന് ഞാൻ പറഞ്ഞത്. അത്രയും ഇടുങ്ങിയ വഴികളായത് കാരണമാണ്. നമ്മളങ്ങനെ കുറച്ചുകൂടെ നല്ല വ്യൂ കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അങ്ങ് ദൂരെ കാണുന്നതാണ് നെയ്യാർ ഡാം. ഇപ്പോൾ നമ്മൾ പാറയുടെ മുകളിലാണ്, നല്ല പൊക്കത്തിലാണിത്. ഇപ്പോൾ താഴെയുള്ള സംഭവം ഞാൻ കാണിച്ചു തരാം. വരുമ്പോൾ കെയർഫുള്ളായിട്ട് നിൽക്കുക, ശ്രദ്ധിക്കുക. നല്ല പൊക്കത്തിലാണ് ഇതിരിക്കുന്നത്. ഇവിടെ അങ്ങനെ സംരക്ഷണ ഭിത്തിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇതാണ് താഴത്തെ റോഡ്, ഇങ്ങോട്ടേക്ക് വരാനുള്ള റോഡാണ് ആ കാണുന്നത്. ഇതിങ്ങനെ പോവാണ്. ഇപ്പോൾ കാലൊക്കെ സ്ലിപ്പ് ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ ഒരുപാട് അങ്ങോട്ട് പോകുന്നില്ല. നമ്മുടെ കഥയിൽ ചെറിയൊരു ട്വിസ്റ്റുണ്ട്. നമ്മൾ കാളിപ്പാറ എന്ന് പറഞ്ഞ് വന്ന് നിൽക്കുന്ന സ്ഥലമല്ല ആക്ച്വൽ കാളിപ്പാറ എന്ന് പറയുന്നത്. അത് എൻ്റെ പുറകിൽ കാണുന്നത്. അവിടെ ഒരു ചെറിയ ക്ഷേത്രമൊക്കെ ഉണ്ട്. അങ്ങ് മുകളിലായിട്ട് ഒരു കൊച്ചു ക്ഷേത്രമൊക്കെ ആയിട്ടുള്ള ഒരു പാറയുണ്ട്. അതാണ് നമ്മുടെ ആക്ച്വൽ കാളിപ്പാറ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ താഴെ എത്തിയിട്ടുള്ളൂ. ഇനി അങ്ങോട്ട് 2 വീലർ എത്രത്തോളം പോകുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. 2 വീലറിൽ തന്നെ പോകാനായിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിച്ചപ്പോൾ കുറച്ച് ദൂരം വരെ വണ്ടി പോകുമെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നടന്ന് പോകണമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ആൾ താമസമൊക്കെ ഉണ്ടോയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഇവിടെ ഒറ്റയ്ക്കും തെറ്റയ്ക്കൊക്കെ ആൾക്കാരുള്ളൂ. പിന്നെ റബ്ബറൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ വഴി കണ്ടോ, ഒരു പക്ക കാട്ടുവഴി പോലെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ വണ്ടി പോയ പാടൊക്കെ ഉണ്ട്. ഈ ടയറിൻ്റെയൊക്കെ ആ ഒരു പാടുണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ട് ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ടാവും. നമുക്കും പതുക്കെ ഇതുവഴി അങ്ങോട്ട് മുയലേക്ക്, ഞാൻ നേരത്തെ കാണിച്ച അമ്പലത്തിലേക്ക് നമുക്കങ്ങ് പോവാം. അപ്പോൾ ക്യാമറയും വെച്ച് ഈ വഴി കൂടെ
എനിക്ക് വണ്ടി ഓടിക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇനി മേലെ ചെന്നിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. ഓക്കെ, ഇവിടെ ആൾ താമസം ഇല്ല എന്ന് പറഞ്ഞത് ഞാനങ്ങ് തിരിച്ചെടുത്തിരിക്കുകയാണ് കേട്ടോ. എൻ്റെ തൊട്ട് പിറകെ ഒരു ആയുർവേദിക് റിസോർട്ടാണുള്ളത്. അപ്പോൾ ഇവിടെ ആൾക്കാർ എത്തിയിട്ടുണ്ട്, റിസോർട്ട് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് അധികം ആളും പേരും ഇല്ലാത്ത സ്ഥലമൊന്നുമല്ല. ഓക്കെ, ധൈര്യമായിട്ട് വരാം. പോകുന്ന വഴിക്ക് ഇത് കണ്ടപ്പോൾ ഞാൻ നിങ്ങളെ നിർത്തി കാണിച്ചു തന്നായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിത് മുന്നോട്ട് തന്നെ അങ്ങ് പോകാം. നമുക്ക് നേരെ അതിൻ്റെ ടോപ്പിലെത്തണം. ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ പൂജാസമയം ഞായറാഴ്ചകളിൽ വൈകിട്ട്, മണ്ഡലകാലത്ത് രാവിലെ. കുരങ്ങുകളുണ്ട്, നിങ്ങളുടെ സാധനങ്ങൾ സൂക്ഷിക്കുക. ഇടിമിന്നൽ ഉള്ളപ്പോൾ സന്നിധാനത്തും പരിസരത്തും നിൽക്കുകയോ മൊബൈൽ ഉപയോഗിക്കുകയോ ചെയ്യരുത്. ഇഴജന്തുക്കളുണ്ട്, സൂക്ഷിക്കുക. അപ്പോൾ ഇവിടെ വരുന്നവർ ഇതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ ഞാൻ കണ്ടു. നമ്മൾ പാറ മുകളിലേക്ക് കയറുമ്പോൾ ക്ഷേത്ര നിർമ്മാണത്തിനുള്ള ചെങ്കലൂടെ 2 എണ്ണം കൊണ്ടുപോവുക, ക്ഷേത്ര നിർമ്മാണത്തിൽ പങ്കാളിയാകുക. ഇത് ചെങ്കല്ലല്ല, ഇത് കൊണ്ടുപോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ബുദ്ധിമുട്ടും. അപ്പോൾ ഇത് ചെങ്കല്ലല്ല. അപ്പോൾ നമുക്കെന്തായാലും 2 ചെങ്കല്ല് കൂടെ എടുത്തേക്കാം. ഈ കൈവരിയിൽ പിടിച്ചിട്ടാണ് ഈ പാറയിൽ കൂടെ കയറി പോകേണ്ടത്. മഴയത്തൊക്കെയാണ് വരുന്നതെങ്കിൽ ഭയങ്കര റിസ്ക് ആയിരിക്കും. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. നമ്മൾ പതുക്കെ ഇതിൽ പിടിച്ച് മുകളിലേക്ക് പോവുകയാണ്. ഫ്രണ്ട്സ്, നമ്മൾ കാളിപ്പാറ ക്ഷേത്രത്തിൻ്റെ പകുതി വഴിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒട്ടനവധി പടികളുണ്ട്. എന്താണെന്ന് അറിയില്ല, ഞാൻ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഒരുപാട് പടിയും വല്ല കുന്നിൻ്റെ മുകളിലും ഒക്കെയാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളായിരിക്കും ഞാൻ സെലക്ട് ചെയ്ത് പോകുന്നതുകൊണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പകുതി വഴി കയറിയിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടെ ഈ പാറയിൽ വെട്ടി ഒതുക്കിയിട്ടുള്ള പടികളാണ് ഇപ്പോൾ ഇനി മുകളിലോട്ടുള്ളത്. അപ്പോൾ നമ്മൾ അത് ചെറിയ പടികളാണ്, പക്ഷേ തെന്നിയൊന്നും വീഴാതിരിക്കാനായിട്ട് സൈഡിൽ കൈവരിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ആ പടി കൂടെ കയറിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പകുതി ഒരു സെറ്റ് പടി നമ്മൾ കയറി കഴിഞ്ഞു. ഇനി അടുത്ത സെറ്റിലേക്ക് എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ ആ പടി കഴിയുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ക്ഷേത്രത്തിലേക്ക് എത്തുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പടി. പാറയിൽ ചെറുതായിട്ട് കൊത്തി വച്ചേക്കുന്ന പടിയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാണ് നമ്മൾ കയറുന്നത്. ചെറിയൊരിതേ ഉള്ളൂ കേട്ടോ. അതായത് ചെറുതായിട്ടുള്ള ഒരു ചെറിയ ഇങ്ങനെ കാർവ് ചെയ്ത് വച്ചേക്കുന്ന പോലെ ഉള്ളൂ. ശ്രദ്ധിച്ച് കയറിയില്ലെങ്കിൽ ഉറപ്പായിട്ട് താഴെ വീഴും. ഓക്കെ, ഇപ്പം ചരിഞ്ഞ് കിടക്കുന്ന പാറയാണ്. ശ്രദ്ധിച്ചാണ് കയറേണ്ടത് നമ്മൾ. ഇത് കണ്ടോ, ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ
വീണ് കഴിഞ്ഞാൽ നേരെ താഴെ വാട്ടർ ടാങ്കിൻ്റെ അവിടെ നമുക്ക് വെയിറ്റ് ചെയ്യാം, നമ്മുടെ കൂടെ വന്നവർ താഴെ എത്തുന്നവരെ. അപ്പോൾ നമ്മളിനി വീണ്ടും മുന്നോട്ട് പോവുകയാണ്. കാട്ടുവഴിയാണ്. അവർ പറഞ്ഞതുപോലെ ഇഴജന്തുക്കളും കുരങ്ങും ഒക്കെ ഉണ്ട്. അപ്പോൾ അടുത്ത പരീക്ഷണം, അടുത്ത കയറ്റം. ഇത് നമ്മൾ ചാടി കിടക്കാൻ പോവാണ്. ഇപ്പോൾ വഴിയിലെല്ലാം ഈ പൂവ് ഞാൻ കണ്ട്, ഇത് നല്ല രസമുണ്ട്. നമ്മുടെ ഓർക്കിഡിൻ്റെയൊക്കെ ഒരു ചെറിയ സ്റ്റൈലൊക്കെ തോന്നുന്നുണ്ട്. കണ്ടോ, നല്ല ഭംഗിയുണ്ട്. നിറയെ പൂത്ത് നിൽപ്പുണ്ട് ഈ വഴിയിലൊക്കെ. നടന്ന് നമ്മൾ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. ആ മേലെ എനിക്കിപ്പോൾ ഞാൻ താഴെ നിന്ന് കാണിച്ചു തന്ന ആ ഗോപുരം എനിക്കിപ്പോൾ വളരെ അടുത്ത് കാണാം. അപ്പോൾ ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. ഓക്കെ, കുറച്ചാലത് ഒരു 10 ചുവട് കൂടെ ഉള്ളൂ. ഓക്കെ, നമ്മൾ നേരെ അങ്ങോട്ട് പോവാം. നമ്മുടെ വഴി അങ്ങോട്ടാണ്, പക്ഷേ ഇവിടെ വന്ന സമയത്ത് ഇടവഴിയിൽ ഒരു അടിപൊളി വ്യൂ പോയിൻ്റ് കണ്ട്, അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഓക്കെ, കൊള്ളാം, പൊളി. ഇവിടെ നല്ല കാറ്റാണ്. അപ്പോൾ നടന്ന് നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നേരെ അമ്പലത്തിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ നല്ല കാറ്റ്, നല്ല വ്യൂ ഒക്കെയാണ്. നമ്മൾ ഈ ചില വിദേശ രാജ്യങ്ങളിലൊക്കെ കാണുന്ന പോലുള്ള ആ ഒരു ലൊക്കേഷനാണ് കേട്ടോ ഇത്.
ഫ്രണ്ട്സ്, നല്ലൊരു അടിപൊളി അമ്പലത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ മൊത്തം. നല്ല കാറ്റും ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്. സൺസെറ്റിൻ്റെ സമയമാണ്, നല്ല ഭംഗിയാണ് കേട്ടോ. ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ സ്ഥലത്ത് വരിക. തൊട്ട് പുറകിലെല്ലാം ഒരുപാട് ഈ വലിയ വലിയ മലകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ്. വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. അങ്ങനെ തിരക്കോ ബഹളമോ ഒന്നുമില്ല. പിന്നെ വേറൊരു കാര്യം, കുറച്ച് ഈ മലയൊക്കെ കയറാനും കുറച്ചൊന്ന് ശാരീരികമായിട്ടുള്ള ഒരു അധ്വാനം വേണ്ട ഒരു സംഭവമാണ്. ഒരു കുഞ്ഞ് ഹൈക്കിംഗ് ആണ് എന്ന് വേണമെങ്കിൽ നമുക്കിത് പറയാം. ഓക്കെ, എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടുള്ള, ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ ഒരു മോഡറേറ്റ് ലെവൽ ഹൈക്കിങ്ങും അല്ല, അതിൽ നിന്നും താഴെയുള്ള ഒരു ലെവലാണ്. പക്ഷേ ഹൈക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ട്. ഓക്കെ, അത് കൂടെ കണക്കാക്കി ഇവിടെ വരിക. അമ്പലം അടച്ചിട്ടിരിക്കുകയാണ്. ഒരു വലിയ മലയുടെ മുകളിലാണ് കേട്ടോ. ഇവിടെ നിന്നാണ് ഡാമിൻ്റെ കാഴ്ചയൊക്കെ നമുക്ക് കിട്ടുന്നത്. ഒരു കുഞ്ഞമ്പലം അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, അവിടെ ഒന്നും സംരക്ഷണ ഭിത്തിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ കെയർഫുൾ ആയിരിക്കണം. ഒന്ന് സ്ലിപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ താഴെ പോകും. നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് കാളിപ്പാറയിലെ കാഴ്ചകൾ. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ, നിങ്ങളെ വളരെ ഇഷ്ടപ്പെടുത്തുന്ന, നിങ്ങളെ വളരെ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ് കാളിപ്പാറ. ഉറപ്പായിട്ട് ഇവിടേക്കുള്ള ഒരു കുഞ്ഞ് ട്രക്കിംഗ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഈ സ്ഥലവും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോസിൻ്റെ ലിങ്ക്സ് എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ എന്നോട് ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ.